നമസ്കാരം. ധ്രുവിന്റെ ഔറംഗസീബ് വേഴ്സസ് ശിവജി മഹാരാജ് എന്ന വീഡിയോയുടെ മലയാള പരിഭാഷയാണ്. കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് ആളുകൾ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ എക്സാക്റ്റ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് ആ ഒരു വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചരിത്രത്തെക്കുറിച്ചിട്ട്, അതും ഇന്ത്യയിലെ ചരിത്രത്തെക്കുറിച്ചിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വലിയ ഡിബേറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും കൂടെ അവരവർക്ക് തോന്നുന്ന രീതിയിൽ വളച്ചൊടിച്ച് ചരിത്രം സാധാരണ ജനത്തിന് മനസ്സിലാവാത്ത രീതിയിലേക്ക് വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അത് ചില ആളുകളുടെ അജണ്ടയായിരുന്നു, ചില ആളുകളുടെ ആവശ്യമായിരുന്നു. ധ്രുവ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഹിന്ദുത്വ ഐഡിയോളജികൾക്ക് ഇടയിൽ കൂടെ കുത്തിവെക്കുന്ന ചരിത്രത്തിന്റെ ചില വളച്ചൊടിക്കലിനെ കുറിച്ചിട്ടാണ്. മുൻപും പല വീഡിയോസിലായിട്ട് നമ്മളടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകം മുതൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വരെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കീർത്തി ഹിസ്റ്ററി എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചിട്ട് 2-3 തവണ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തെ അത്രയധികം അശ്ലീലമാക്കുന്ന ഒരു ചാനൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവർക്ക് തോന്നുന്നപടി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. അത്തരത്തിൽ ചരിത്രത്തെ വികൃതമാക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റെക്കഗ്നിഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ്. അവർക്ക് കേന്ദ്ര നേതൃത്വത്തിന് അംഗീകാരങ്ങൾ തേടിയെത്തി. രൺവീറിന് അംഗീകാരങ്ങളുണ്ട്, കീർത്തി ഹിസ്റ്ററിക്ക് അംഗീകാരങ്ങളുണ്ട്. കീർത്തി ഹിസ്റ്ററി ബെസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയാത്തത് എന്തോ വലിയ ഭാഗ്യമെന്ന് ഞാൻ ആ ഒരു അവാർഡ് ദാന ചടങ്ങ് കണ്ട സമയത്ത് വിചാരിച്ചു. ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ഒരു അവാർഡാണ് കീർത്തി കിട്ടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എത്ര ഫലപ്രദമായിട്ടാണ് BJP കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ദിനങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്രയധികം ആളുകളുണ്ട്. ഇനിയിപ്പോൾ ധ്രുവിന്റെ വീഡിയോയുടെ മലയാള പരിഭാഷയിലേക്ക് പോകാം. അദ്ദേഹം വാട്സപ്പിൽ കൂടെ എങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായി 4 ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചു പറഞ്ഞിരുന്നു. അതിൽ 2ാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. ഹിന്ദു ഒരു വിക്റ്റിമാണ് എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഹിന്ദുത്വവാദികളുടെ പറച്ചിൽ. ഹിന്ദു എന്നും വിക്റ്റിമായിരുന്നു. മുസ്ലിം അധിനിവേശമുണ്ട്, നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടെ പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ ഇതുവരെ സഹിക്കുകയായിരുന്നു. ഈ ഒരു സഹനം, വിക്ടിം, ഇരയായിരുന്നു, അടിച്ചമർത്തപ്പെട്ടിരുന്നു, ഈ ഒരു വികാരം ഇവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഈ ചരിത്രം വളച്ചൊടിക്കുന്നതിൽ കൂടെയാണ്. ഔറംഗസീബ് വേഴ്സസ് ശിവജി മഹാരാജ് എന്ന ഈ ഒരു വീഡിയോയിൽ കൂടെ ധ്രുവ് എങ്ങനെയാണ് ചരിത്രത്തെ ഇവർ വളച്ചൊടിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശിവജി മഹാരാജിന്റെ ഒരു ചരിത്രമാണ് ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിന്റെ ഭാഗമായി ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഔറംഗസീബിനെയും മുഗളന്മാരെയും കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് എന്തൊരു അപഹാസ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നൂറുകണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസീബിന്റെ ക്രൂരതകൾ കോൺഗ്രസ് ഓർക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് മോദി ഇവിടെ ഉന്നയിക്കുന്നത്. അബദ്ധത്തിൽ ആരും ഈ കാര്യങ്ങൾ സംസാരിക്കുകയില്ല. ഇത് മനഃപൂർവ്വമാണ്. വാട്സപ്പിന്റെ ബ്രെയിൻ വാഷിംഗ് മാഫിയയുടെ ഡിപ്പാർട്ട്മെന്റ് 2ലേക്ക് നമുക്കൊരു യാത്ര പോവാം. യൂട്യൂബർ രൺവീർ അലാബാദിയ തന്റെ ഷോയ്ക്കായി ഒരു അതിഥിയെ അഭിമുഖം നടത്തുന്നതിനിടെ അതിഥിയോട് ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ രാജ്യം വിട്ടുപോകണമെന്നും ഒരിക്കലും മടങ്ങി വരരുത് എന്നും താങ്കൾ ആഗ്രഹിക്കുന്ന 3 ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ഇന്ത്യ വിട്ടുപോകേണ്ട, ഒരിക്കലും മടങ്ങി വരാത്ത 3 ഇന്ത്യക്കാർ. ഒന്നാമതായി ഈ ചോദ്യം നിലവാരമില്ലാത്തതായിരുന്നു. എന്നാൽ അതിഥി ഈ ചോദ്യത്തിന് എതിരൊന്നും പറഞ്ഞില്ല. അത്തരത്തിലുള്ള 3 ഇന്ത്യക്കാരുടെ പേര് അദ്ദേഹം പട്ടികപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരമായിരിക്കും നൽകുക? നിങ്ങളുടെ മനസ്സിൽ ആരുടെയൊക്കെ പേരുകളായിരിക്കും വരിക? നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ, ഗുണ്ടാ സംഘങ്ങൾ, കൊലപാതകികൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അഴിമതിക്കാരെ, കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചവരെ കുറിച്ചാണ്. എന്നാൽ ഈ അതിഥി പട്ടികപ്പെടുത്തിയ 3 പേരുകൾ വ്യത്യസ്തമായിരുന്നു. ബർക്കാദത്ത്, ഇർഫാൻ ഹബീബ്, റോമില താപ്പർ. ബർക്കാദത്ത് ഒരു പത്രപ്രവർത്തകയാണ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കാം. എന്നാൽ മറ്റ് 2 പേരുകൾ ഇർഫാൻ ഹബീബ്, റോമില താപ്പർ, ഇവർ ചരിത്രകാരന്മാരാണ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ചരിത്രകാരന്മാരോട് ഇത്ര കടുത്ത വെറുപ്പ് ഉണ്ടാവുന്നത്? സുഹൃത്തുക്കളെ, ഇതിനുള്ള മറുപടിയാണ് ഈ ബ്രെയിൻ വാഷിംഗ് മാഫിയയുടെ 2ാമത്തെ വകുപ്പ്. കാരണം ഞങ്ങൾ ഹിന്ദുക്കൾ അടിമകളായിരുന്നില്ലെന്നാണ് റോമില താപ്പർ അവകാശപ്പെടുന്നത്. അത് ശരിയാണ്. ഇതാണ് ആളുകൾക്ക് റോമില താപ്പറിനോടുള്ള ദേഷ്യത്തിന് കാരണം. നമ്മുടെ പൂർവികർ, നമ്മുടെ ഹിന്ദു പൂർവികർ അടിമകളായിരുന്നില്ല, അവർ സ്വതന്ത്രരായിരുന്നുവെന്ന് അവർ പറയുന്നു. ഇത് വളരെ രസകരമാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ആരെങ്കിലുമൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എൻ്റെ ദാസനായി പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആൾ എന്ന് പറഞ്ഞാണ്. അതിനോടൊപ്പം നീ ആരാണെന്നാണ് നീ കരുതുന്നത്? നീ ഒരു അടിമയാണ്. അടിമകളെന്നോ സേവകരെന്നോ വിളിക്കുമ്പോൾ ആളുകൾക്ക് ദേഷ്യമാണ് സ്വാഭാവികമായിട്ട് തോന്നാറ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. നിങ്ങൾ ഒരിക്കലും അടിമകളായിരുന്നില്ലെന്നാണ് റോമില താപ്പർ അവകാശപ്പെടുന്നത് ഹിന്ദുക്കളോട്. എന്നാൽ നമ്മൾ ഹിന്ദുക്കൾ എക്കാലവും സ്വതന്ത്രനാണ് എന്ന് റോമില താപ്പർ പറഞ്ഞതാണ് ഹിന്ദുത്വവാദികൾക്ക്, BJPക്ക് വലിയ ദേഷ്യം അവരോട് ഉണ്ടാക്കിയത്. അടിമകളെന്ന ഞങ്ങളുടെ ലേബൽ എടുത്തു കളയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? റോമില താപ്പർ ഇന്ത്യ വിടുക. ബ്രെയിൻ വാഷിംഗ് മാഫിയയുടെ അജണ്ടയ്ക്ക് എതിരാണ് ഇത്തരം അവകാശവാദങ്ങൾ എന്നതാണ് കാര്യം.
ഞാൻ മുൻപത്തെ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ പൂർവികർ ആയിരക്കണക്കിന് വർഷങ്ങളായി മുസ്ലിങ്ങളുടെ അടിമകളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുക എന്നതാണ് വാട്സ്ആപ്പ് ബ്രെയിൻ വാഷിംഗ് വകുപ്പ് 2ന്റെ അജണ്ട. അവർ നിങ്ങളെ ഒരു ഇരയായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ടുവെന്നും മുസ്ലിങ്ങൾ തങ്ങളെ അടിച്ചമർത്തുന്നുവെന്നും അടിമകളാക്കുന്നുവെന്നും നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയാണ് അവർ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അവകാശവാദം നിരാകരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ച്. നിങ്ങൾ പറയുക, ഛത്രപതി ശിവജി മഹാരാജ് ആരുടെയെങ്കിലും അടിമയായിരുന്നോ? ഒരു മുസ്ലിം വ്യക്തിയാൽ അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടോ? തീർച്ചയായും അല്ല. അദ്ദേഹം ഒരു മഹാനായ ചക്രവർത്തിയാണെന്നും വലിയ യുദ്ധങ്ങൾ നടത്തി തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തിയ ആളാണെന്നും നമുക്കറിയാം. അപ്പോൾ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലെ ഏതെങ്കിലും ഹിന്ദുവോ ആരുടെയെങ്കിലും അടിമയായിരുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? രണ്ട് കാര്യങ്ങളും ഒരേ സമയം എങ്ങനെ സത്യമാവും? ഒരു വശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്നു, എന്നാൽ മറുവശത്ത് ഛത്രപതി ശിവജി ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഹിന്ദുക്കൾ സ്വതന്ത്രരായിരുന്നു. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഇവ രണ്ടും ഒരേ സമയം ശരിയാകും. ജോർജ് ഓർവെലിന്റെ 1984 എന്ന നോവലിൽ ഡബിൾ തിങ്ക് എന്നൊരു ആശയം പരാമർശിക്കുന്നുണ്ട്. ഈ നോവലിലെ അന്ധമായ പിന്തുണക്കാർ ഒരേ സമയം രണ്ട് വിരുദ്ധ ആശയങ്ങൾ അംഗീകരിക്കുന്നു. വാട്സ്ആപ്പ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഈ വിഭാഗത്തിൽ പെടുന്നു. ഇതിനകം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരുടെ മനസ്സിൽ ശിവാജിയുടെ ചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഛത്രപതി ശിവജി മഹാരാജ് കാവി ധരിച്ച ഹിന്ദുക്കളുടെ സൈന്യത്തെ നയിക്കുന്നു, മറുവശത്ത് ഔറംഗസീബ് പച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും ധരിച്ച മുസ്ലിങ്ങളുടെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നു. നിങ്ങളും ഇതുപോലെ ചിന്തിച്ചെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ തയ്യാറായിക്കൊള്ളൂ. വരൂ, നമുക്ക് ചില ചരിത്ര വസ്തുതകൾ നോക്കാം. ഷാഹാജി ആയിരുന്നു ഛത്രപതി ശിവജിയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ അമ്മാവൻ ഷെരീഫ് ജി ആയിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഷെരീഫ് ജി എന്ന പേര് ലഭിച്ചതെന്ന് അറിയുമോ? ഒരു സൂഫി സന്യാസിയുടെ പേരായിരുന്നു ഇത്. ശിവജി മഹാരാജ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പോലും ഹിന്ദു മുസ്ലിം സന്യാസിമാരെ ബഹുമാനിച്ചിരുന്നു എന്നതിന്റെ തെളിവാണത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നത പരത്തുന്ന BJPയോ ഗോഡി മാധ്യമങ്ങളോ വാട്സ്ആപ്പ് മാഫിയോ അന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് ഛത്രപതി ശിവജി ഹിന്ദു ആയിരുന്നിട്ട് മുസ്ലിങ്ങളെയും ബഹുമാനിച്ചിരുന്നു. കെൽഷിയിൽ താമസിച്ചിരുന്ന യക്കൂത്ത് ബാബയുടെ അനുഗ്രഹം തേടാൻ ശിവജി പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും മതസ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചു. 1669 നവംബർ 2 എഴുതപ്പെട്ട ഒരു കത്തിൽ പണ്ഡിറ്റ് രഘുനാഥ് ഉദ്ധരിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ മതം പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അതിനെ ശല്യപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ശ്രീമദ് മഹാരാജ് വിധിച്ചു. എല്ലായിടത്തും ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഏതു വിധത്തിലും പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ശരിയായ ക്രമീകരണങ്ങൾ എല്ലായിടത്തും ചെയ്തു. കടവുകളുടെയും മസ്ജിദുകളുടെയും ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. ശിവജിയുടെ ഭരണകാലത്ത് കർശനമായ ഭരണം നിലനിന്നിരുന്നതായി ചരിത്രകാരനായ ഖാഫി ഖാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പടയാളികൾ പോകുന്നിടത്തെല്ലാം ഒരു സ്ത്രീയെയോ ഖുറാനെയോ പള്ളിയെയോ ഉപദ്രവിക്കരുതെന്ന് അവർ വ്യക്തമായി വിലക്കിയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സൈന്യം ഒരു മുസ്ലിം ഗവർണറുടെ മരുമകളെ പിടികൂടി. ആ സ്ത്രീയെ ശിവജിയുടെ മുൻപിലെത്തിച്ചു. ശിവജി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ അവളോട് ക്ഷമ ചോദിച്ചു. ബഹുമാനത്തോടെ അവളെ തിരിച്ചയച്ചു. BJP അംഗങ്ങൾക്ക് ശിവജിയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ റോൾ മോഡൽ സവർക്കർ ആണ്. പിന്നെ സവർക്കർ എന്താണ് ആഗ്രഹിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തൽ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയെല്ലാം യുദ്ധത്തിൽ ആയുധമാക്കണം എന്നുള്ളതാണ് സവർക്കർ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമൻ എല്ലാ സ്ത്രീകളെയും എത്രമാത്രം ബഹുമാനിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ സവർക്കർ രാവണനെ ഉദ്ധരിച്ച് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുന്നത് ഏറ്റവും വലിയ കടമയാണെന്ന് പറഞ്ഞു. ഒരു മുസ്ലിം സ്ത്രീയെ ആദരവോടെ തിരിച്ചയക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് സവർക്കറുടെ ശിവജിയോടുള്ള ചോദ്യം. അതുകൊണ്ട് സവർക്കറുടെ അനുയായികൾ ഇന്ന് പീഡകരെ ആദരിക്കുന്നതിൽ അതിശയിക്കാനില്ല. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പാർട്ടി ടിക്കറ്റ് നൽകി പുഷ്പവൃഷ്ടി നടത്തുന്നു. 1648 വിജാപൂർ സൈന്യത്തിലെ 500 മുതൽ 700 വരെ പടാന്മാർ ശിവജിക്കൊപ്പം ചേർന്നിരുന്നു. ശിവജിയുടെ പ്രശസ്തി കണക്കിലെടുത്താണ് അവർ ചേർന്നതെന്ന് ശിവജിയുടെ സൈനിക ഉപദേഷ്ടാവ് ഗോമാജി നായിക് പൻസംബൽ പറഞ്ഞു. അവരെ പറഞ്ഞയക്കുന്നത് ശരിയാകില്ല. ഛത്രപതി ശിവജി ഈ ഉപദേശം കേൾക്കുക മാത്രമല്ല, അത് തന്റെ നയമാക്കുകയും ചെയ്തുവെന്ന് എ ഹിസ്റ്ററി ഓഫ് മറാത്താസ് എന്ന പുസ്തകം നമ്മോട് പറയുന്നു. അതുകൊണ്ടാണ് ശിവജിയുടെ സൈന്യത്തിൽ മുസ്ലിം ജനറൽമാരുൾപ്പെടെ നിരവധി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. മറാത്താഞ്ചി ഇതിഹാസച്ചി സാധനെ വോളിയം 17 പേജ് 17 VK രാജ് വാദെ പറയുന്നത് ശിവജിയുടെ കാലാൾപ്പട തലവൻ നൂർഖാൻ ബേഗ് എന്ന മുസ്ലിം ആയിരുന്നു എന്നാണ്. പേജ് 76 സഫാസത് ബഗർ ശിവജിയുടെ ലെഫ്റ്റനന്റിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഷമ ഖാൻ, ദൗലത് ഖാൻ, ദരിയ സാരംഗ് എന്നിവരായിരുന്നു ശിവാജിയുടെ 2 പ്രധാന നാവികസേന മേധാവികൾ. വേറെയും ചില ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. സിദ്ദി ഹിലാലും ഇബ്രാഹിം ഖാനും അദ്ദേഹത്തിന്റെ പീരങ്കി പടയുടെ തലവന്മാരായിരുന്നു.
അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് സെക്രട്ടറിയും ഒരു മുസ്ലിം ആയിരുന്നു മൗലാന ഹൈദർ അലി. ഈ വസ്തുതകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്ന ശിവജി മഹാരാജിന്റെ ഈ പ്രസിദ്ധമായ ചിത്രം നിങ്ങൾ കണ്ടിരിക്കും. ആദിൽ ഷാഹി സുൽത്താന്റെ തലവനായ അഫ്സൽ ഖാനെ കൊല്ലുന്ന ശിവജിയുടെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു കാരണം ഇതൊരു ഹിന്ദു മുസ്ലിമിനെ കൊല്ലുന്നത് കാണിക്കുന്നു. എന്നാൽ അഫ്സൽ ഖാന്റെ ഉപദേശകൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? കൃഷ്ണമൂർത്തി ഭാസ്കർ കുൽക്കർണി, ഒരു ഹിന്ദു ബ്രാഹ്മണൻ. ആരുടെ ഉപദേശപ്രകാരമാണ് ശിവജി മഹാരാജ് ഇരുമ്പ് ആയുധം കയ്യിൽ വെച്ചത്? അദ്ദേഹത്തിന്റെ മുസ്ലിം അംഗരക്ഷകനായിട്ടുള്ള റുസ്തം ഇ സമാന്റെ ഉപദേശപ്രകാരം. ഒരു ഹിന്ദു ഭരണാധികാരിക്ക് ഒരു മുസ്ലിം അംഗരക്ഷകനുണ്ട്, ഒരു മുസ്ലിം ഭരണാധികാരിക്ക് ഒരു ഹിന്ദു ഉപദേശകനുണ്ടായിരുന്നു. എന്നാൽ ഇത് വാട്സപ്പിൽ നിങ്ങളോട് അവർ പറയില്ല, കാരണം ഇത് അവരുടെ ബ്രെയിൻ വാഷിംഗ് അജണ്ടയ്ക്ക് എതിരാണ്. എന്നാൽ ഔറംഗസീബിന്റെ കാര്യമോ? ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന ഒരു മുസ്ലിം മതഭ്രാന്തനായിരുന്നു ഔറംഗസീബ് എന്നാണ് വാട്സപ്പ് പറയുന്നത്. അപ്പോൾ അവന്റെ സൈന്യത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാകരുത് അല്ലേ? തെറ്റ്. പുരന്തർ യുദ്ധത്തിൽ ശിവജിക്ക് 23 കോട്ടകൾ നഷ്ടപ്പെട്ടു. അതിനുശേഷം അഗ്രയിൽ തടവിലാക്കപ്പെട്ടു. ആരാണ് ഔറംഗസീബിന്റെ സൈന്യത്തെ നയിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? മിർസ രാജ ജയ്സിംഗ്, ഒരു ഹിന്ദു രജപുത്രൻ. ഈ യുദ്ധത്തിൽ ശിവജിയുടെ പരാജയം ആഗ്രഹിച്ച് 400 ബ്രാഹ്മണർ കോട്ട്ചണ്ഡി യജ്ഞം നടത്തിയതായി ഗോവിന്ദ് പൻസാരെ അദ്ദേഹത്തിന് ആരായിരുന്നു ശിവജി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ 400 ബ്രാഹ്മണർ ദേശവിരുദ്ധരായിരുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ 400 ബ്രാഹ്മണർ അവർ താമസിക്കുന്ന തങ്ങളുടെ രാജ്യത്തിന്റെ വിജയത്തിനായി ഈ ആചാരം അനുഷ്ഠിക്കുകയായിരുന്നു. സലേരി യുദ്ധത്തിന് ശേഷം ദക്ഷിണേന്ത്യയിലെ ഔറംഗസീബിന്റെ ലഫ്റ്റനന്റുകൾ ശിവജിയുമായി സൗഹൃദ ബന്ധം പുനരാരംഭിക്കുന്നതിനായി ഒരു ഹിന്ദു ബ്രാഹ്മണനെ അംബാസിഡറായി അയച്ചു. മറുവശത്ത് ശിവജി തന്റെ ദൂതനായി കാസി ഹൈദറിനെ അയച്ചു. ഒരു മുസ്ലിം ഭരണാധികാരി ഒരു ഹിന്ദു അംബാസിഡറെയും ഹിന്ദു ഭരണാധികാരി ഒരു മുസ്ലിം അംബാസിഡറെയും അയച്ചു. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും. ഔറംഗസീബിന്റെ മുഖ്യ ദിവാൻ ഒരു ഹിന്ദു ആയിരുന്നു, രാജ രഘുനാഥ് റേ. 1664 രഘുനാഥ് റേ അന്തരിച്ചപ്പോൾ ഔറംഗസീബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധിപനായിരുന്നു റേ. ഔറംഗസീബിന്റെ ഭരണത്തിന് കീഴിൽ മുഗൾ ഭരണത്തിലെ ഉന്നത തലങ്ങളിലെ ഹിന്ദു പങ്കാളിത്തം 50% ഈ ഒരു കാലയളവിൽ വർദ്ധിച്ചു. മുഗൾ പ്രഭുക്കന്മാരും നവാബുമാരും നിസാമുമാരും ഹിന്ദു ജനസംഖ്യയുടെ 31.6% ഔറംഗസീബിന്റെ കീഴിലുള്ള മുഗൾ പ്രഭുക്കന്മാർ എന്ന പുസ്തകത്തിന്റെ 35-ാം പേജിൽ എം അഥർ അലി എഴുതി 1679 ഔറംഗസീബിന്റെ കീഴിൽ ഏകദേശം 72 രജപുത്ര മൻസദ്ദാർമാരുണ്ടായിരുന്നു. മൻസദ്ദാർമാർ എന്നാൽ ഗവർണേഴ്സ്. മറാഠ ഗവർണർമാരുടെ എണ്ണം ഇതിലും കൂടുതലായിരുന്നു, 96. ആകെയുള്ളതിൽ 5-1 മറാഠക്കാരായിരുന്നു. ഔറംഗസീബ് നിരവധി മറാഠികളെ ജോലിക്ക് നിയോഗിച്ചിരുന്നു. അതിനാൽ ഡെക്കാൻ വരെ അദ്ദേഹത്തിന്റെ സേവനം വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഔറംഗസീബ് എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ചിരുന്ന ഒരു മതേതര ഭരണാധികാരിയായിരുന്നു എന്നാണോ ഇതിനർത്ഥം? അല്ല. ഔറംഗസീബിന്റെ ഭരണകാലത്ത് നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന അക്ബറിന്റെ ഭരണകാലത്തെ സഹവർത്തിത്വ നയം ഔറംഗസീബിന്റെ ഭരണകാലത്ത് ക്രമേണ ഇല്ലാതെയായി എന്ന് ചരിത്രകാരനായിട്ടുള്ള SAA റുസി എഴുതി. 1665 ഔറംഗസീബ് ഹിന്ദു വ്യാപാരികളുടെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കുകയും മുസ്ലിം വ്യാപാരികൾ നൽകുന്നതിന്റെ ഇരട്ടിയാക്കി മാറ്റുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം മുസ്ലിങ്ങൾ അടച്ചിരുന്ന മുഴുവൻ കസ്റ്റംസ് ഡ്യൂട്ടിയും നിർത്തലാക്കി. പേർഷ്യൻ ഭാഷയിൽ എഴുതിയ സഗി മുസ്തൈഖ് ഖാന്റെ മാസിർ ഇ അലഖരി എന്ന പുസ്തകത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ഔറംഗസീബിന്റെ ഉത്തരവുകൾ പരാമർശിക്കുന്നു. അങ്ങനെ അവർക്ക് ഇസ്ലാം ശരിയായ രീതിയിൽ സ്ഥാപിക്കാൻ കഴിയും. വാട്സപ്പ് മാഫിയ പ്രൊഫസറും ചരിത്രകാരനുമായ ഇർഫാൻ ഹബീബിനെ ഒരു വില്ലനാക്കി മാറ്റുന്നു. കാരണം അവരുടെ അഭിപ്രായത്തിൽ ഇർഫാൻ ഹബീബ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഇത് ഒരിക്കലും നിഷേധിച്ചില്ല. മധുരയിലും വാരണാസിയിലും ഔറംഗസീബ് പള്ളികൾ പണിയാൻ ക്ഷേത്രങ്ങൾ തകർത്തത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം കറക്റ്റായി പരാമർശിക്കുന്നുണ്ട്. ഈ മാഫിയ വെറുക്കുന്ന മറ്റൊരു ചരിത്രകാരൻ ഓഡ്രി ഡ്രുഷ്കെ ആണ്. ഇത് സ്ക്രോളിനായി അവർ എഴുതിയ ഈ ലേഖനം നോക്കൂ. ഔറംഗസീബ് പ്രധാന ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചതായി അവർ അംഗീകരിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, കഥയിൽ ഒരു ട്വിസ്റ്റിനായി തയ്യാറാക്കുക. 1654 ഔറംഗസീബ് റാണ രാജ് സിംഗിന് ഒരു രാജകീയ ഉത്തരവ് അയച്ചു. റാണ രാജ് സിംഗ് മേവാറിലെ ഹിന്ദു രജപുത്ര രാജാവായിരുന്നു. മഹാരാജാക്കന്മാർ ദൈവത്തിന്റെ പ്രതിബിംബം പോലെയാണ്. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള തന്റെ പ്രജകൾ സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കണമെന്ന് ഓരോ രാജാവും ഉറപ്പാക്കണം. ആരാധനാലയങ്ങൾ തകർത്ത് മത അന്ധത കാണിക്കുന്ന ഓരോ ഭരണാധികാരികളെയും അദ്ദേഹം ആ ഒരു കത്തിൽ വിമർശിച്ചു. അദ്ദേഹം ഭരണാധികാരിയായാൽ ഇസ്ലാമിന് നിരക്കാത്ത ഇത്തരം പ്രവൃത്തികൾ നിർത്തലാക്കുമെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. ഇനിയുമുണ്ട്. 1658 ജൂലൈ 31 ഔറംഗസീബ് ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി 1609 ബനാറസിലേക്ക് ഒരു കൽപ്പന അയക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹം പറയുന്നത്, ചില ഹിന്ദുക്കൾ അറസ്റ്റിലാവുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചില ബ്രാഹ്മണർ. ഒരു തരത്തിലും അവരെ ശല്യപ്പെടുത്തരുതെന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി.
ഒരു ബ്രാഹ്മണനെയോ ഒരു ഹിന്ദുവിനെയോ ഉപദ്രവിക്കാൻ പാടില്ല. വേറെയുമുണ്ട്. 1687 ഔറംഗസീബ് ബ്രാഹ്മണർക്കും ഫക്കീർമാർക്കും വേണ്ടി ഭവനങ്ങൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. 1680കളിൽ ഔറംഗസീബ് ബൈരാഗി ഹിന്ദു ശിവ മംഗൾദാസ് മഹാരാജുമായി ഒരു മതപരമായ ചർച്ചയിൽ പങ്കെടുക്കുകയും സന്യാസിമാർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 1691 ചിത്രകൂടിലെ ഒരു ബാലാജി ക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം മഹന്ത് ബാലക്ദാസ് നിർവാണിക്ക് നികുതി രഹിത ഭൂമിയും 8 ഗ്രാമങ്ങളും നൽകി. ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. അലഹബാദ്, വൃന്ദാവൻ, ബീഹാർ എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ പണിയാൻ ഔറംഗസീബ് ഭൂമി നൽകി, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ ജൈനർക്കും ഇതേ നയം ബാധകമാക്കി. 1650കളുടെ അവസാനത്തിൽ ഔറംഗസീബ് ശത്രുഘ്ന ഗിർനാർ, മൗണ്ട് അബു എന്നിവിടങ്ങളിലെ ഭൂമി നൽകി. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കാം. ഒരു വശത്ത് ഔറംഗസീബ് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും മറുവശത്ത് ക്ഷേത്രങ്ങൾ പണിയാൻ ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതെങ്ങനെയാകും? ഔറംഗസീബ് ഒരു വർഗീയ ഭരണാധികാരിയായിരുന്നോ അതോ മതേതര ഭരണാധികാരിയായിരുന്നോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ. നിങ്ങൾ എന്നോട് പറയൂ, BJP രാഷ്ട്രീയക്കാരനായ നരേന്ദ്രമോദി അദ്ദേഹം ഒരു വർഗീയ രാഷ്ട്രീയക്കാരനാണോ അതോ മതേതര രാഷ്ട്രീയക്കാരനാണോ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനത്തിൽ പ്രശസ്ത ചരിത്രകാരൻ ഹർബൻസ് മുഖിയ നരേന്ദ്രമോദിയെ ഔറംഗസീബിന്റെ ആധുനിക സമാന്തരമായി വിശേഷിപ്പിച്ചു. നരേന്ദ്രമോദിയും ഔറംഗസീബും തമ്മിലുള്ള നിരവധി സാമ്യതകളാണ് ഇതിന് കാരണം. ഒന്നാമതായി, ഇരുവരും ഗുജറാത്തിൽ ജനിച്ചവരാണ്. മോഡി ജനിച്ചത് വഡ്നഗറിലും ഔറംഗസീബ് ദഹോദിലുമാണ്. രണ്ടാമതായി, നരേന്ദ്രമോദി സ്വയം ഒരു ഫക്കീർ എന്ന് വിളിക്കുന്നു. 30 വർഷമായി താൻ ഭിക്ഷയെടുത്താണ് ജീവിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഔറംഗസീബ് തന്നെ ഒരു വിശുദ്ധ വ്യക്തിയാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. തുടക്കത്തിൽ ഔറംഗസീബ് ഖുറാനിന്റെ പകർപ്പുകൾ പകർത്തിയും നമസ്കാരത്തിനുള്ള തൊപ്പികൾ തുന്നിച്ചേർത്തും ഉപജീവനം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. മൂന്നാമതായി, ഇരുവരും അധികാര മോഹികളാണ്. അധികാരത്തോടുള്ള അത്യാഗ്രഹത്തിൽ സാഹചര്യം അനുസരിച്ച് ഇരുവരും ചില സമയങ്ങളിൽ വർഗീയവാദികളും മറ്റു ചില സമയങ്ങളിൽ മതനിരപേക്ഷരുമായി മാറുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ലേഖനങ്ങൾ നോക്കൂ. നരേന്ദ്രമോദി ഇസ്ലാമിനെ പുകഴ്ത്തുന്നു. ഒരു കയ്യിൽ ഖുറാനും മറുകയിൽ കമ്പ്യൂട്ടറും പിടിച്ചിരിക്കുന്ന മുസ്ലിം യുവാക്കളെ കുറിച്ചുള്ള തന്റെ ദർശനത്തെക്കുറിച്ച് മോഡി സംസാരിക്കുന്നു. മാലദ്വീപിലെ ഐതിഹാസികമായിട്ടുള്ള ഫ്രൈഡേ മസ്ജിദ് സംരക്ഷിക്കാൻ ഇന്ത്യ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകി. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ BJP പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി മോദിയുടെ ഉപദേശം. ഈ ട്വീറ്റുകൾ നോക്കൂ. പ്രധാനമന്ത്രി മോദി ഈദിന് ആഹ്ലാദം പകരുന്നു. മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ നാം പാലിക്കണമെന്ന് പറയുന്നു. മുഹറത്തിന്റെ ആഘോഷവേളയിൽ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗത്തെക്കുറിച്ച് അദ്ദേഹം ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ സെക്യുലർ മോദി. ഇനി നമുക്ക് വർഗീയ മോദിയെ കാണാം. CAA NRC പ്രതിഷേധത്തിനിടെ അവർ വസ്ത്രങ്ങൾ കൊണ്ട് ഭിന്നത പരത്തുന്ന ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒന്നിനു പിറകെ ഒന്നായി BJP രാഷ്ട്രീയക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. ബിൽക്കിസ് ബാനോ കേസിലെ പ്രതികളെ പൂക്കൾ നൽകി സ്വീകരിച്ചു. അവരെ ബഹുമാനിക്കുകയും മഹത്തായ മൂല്യങ്ങളുള്ള ബ്രാഹ്മണർ എന്ന് വിളിക്കുകയും ചെയ്തു. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പരത്തുന്ന ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കും. മോദിയുടെ സമീപകാല പ്രസംഗങ്ങൾ പലതും മുസ്ലിം വിദ്വേഷങ്ങൾ നിറഞ്ഞതായിരുന്നു. പ്രതിപക്ഷത്തിന് മുഗൾ ചിന്താഗതി ഉണ്ടെന്ന് വരെ അദ്ദേഹം ആരോപിച്ചു. ട്വിറ്ററിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തുന്ന അക്കൗണ്ടുകൾക്ക് അവസാനമില്ല. പ്രധാനമന്ത്രി മോദി അവരെ പിന്തുടരുന്നു. ഇതാണ് നമ്മുടെ വർഗീയ മോദി. കാലങ്ങളായി മുഗളന്മാർ ഹിന്ദുക്കളെ അടിച്ചമർത്തിയിട്ടുണ്ടെന്ന് പറയുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. ഇതൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു മതേതരനായി തുടരുകയാണെങ്കിൽ അവനെ ഭീരുവായി മുദ്രകുത്തുന്നു. വാട്സപ്പിലൂടെയാണ് അവർ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നത്. അദ്ദേഹത്തിന്റെ വാട്സപ്പ് മാഫിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശിവാജി മഹാരാജിനേക്കാൾ ധൈര്യശാലിയാണ് നിങ്ങൾ എന്ന് കരുതുന്നുണ്ടോ? സുഹൃത്തുക്കളെ, വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഛത്രപതി ശിവാജി മഹാരാജും ഔറംഗസീബും ഒരേ കാലത്താണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശിവജി മഹാരാജ് ഒരു മതേതര ഹിന്ദു ആയിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളെ വെറുത്തിരുന്നില്ല. നിങ്ങൾ എല്ലാ ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ശിവജി ഒരു മുസ്ലിമിനോടും വിവേചനം കാണിച്ചതിന് ഒരു തെളിവ് നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. ഔറംഗസീബ് മുസ്ലിം അല്ലാത്തവർക്ക് ജിസിയ നികുതി ചുമത്തി. ശിവാജി കത്തിൽ എന്താണ് എഴുതിയത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഖുറാൻ ദൈവത്തിന്റെ തന്നെ വചനമാണ്. ഖുറാനിലെ ദൈവം പ്രപഞ്ചത്തിന്റെ ദൈവമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ദൈവമല്ല. അദ്ദേഹത്തിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരേപോലെയായിരുന്നു. അതുകൊണ്ട് ഏത് മതത്തിനെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആ ദൈവത്തിന് എതിരാണ്. ഔറംഗസീബിന്റെ ഭരണത്തിന് കീഴിൽ ഹിന്ദു മുസ്ലിം സൈനികർ അസന്തുഷ്ടരായിരുന്നുവെന്ന് ശിവജി മഹാരാജ് തന്റെ കത്തിൽ എഴുതിയിരുന്നു. ധാന്യങ്ങൾ വളരെ ചെലവേറിയതായിരുന്നു. അതിനാൽ ബ്രാഹ്മണർക്കും യോഗികൾക്കും ജൈനർക്കും ജിസിയ നികുതി ചുമത്തിയത് തെറ്റായിരുന്നു. പാവപ്പെട്ടവരുടെ മേൽ ഇത്തരം നികുതി ചുമത്തുന്നത് മുഗൾ പാരമ്പര്യത്തിന് എതിരാണെന്നും ശിവജി എഴുതി. അക്ബറോ ജഹാംഗീറോ ഷാജഹാനോ അങ്ങനെ ഒരു ജിസിയ നികുതി ചുമത്തിയിരുന്നില്ല. 52 വർഷം ഭരിക്കുകയും എല്ലാവരോടും ഒരേപോലെ പെരുമാറുകയും ചെയ്തതിന് ശിവജി അക്ബറിനെ പ്രശംസിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ അക്ബറിനെ ജഗത് ഗുരുവായി ആദരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇനി മുഗൾ ചക്രവർത്തിയായ അക്ബറിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കഥ ആവർത്തിക്കുന്നു. വാട്സപ്പിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധയാണ് കാണിക്കുന്നത്. ശിവജി ഔറംഗസീബ് പോലെ അക്ബറും മഹാറാണ പ്രതാപും പോലെ ഒരു ഹിന്ദു മുസ്ലിം മത്സരമാണ് നിങ്ങളെ അവർ കാട്ടിത്തരുന്നത്. നമ്മുടെ ചരിത്രം മറ്റൊന്നുമല്ല, ഹിന്ദു വേഴ്സസ് മുസ്ലിം ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരിക്കൽ കൂടി വാട്സപ്പിനെ അവഗണിച്ച് യഥാർത്ഥ ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ ഒരു ഔൺസ് സത്യം പോലും അടങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾ കാണും. ഈ പ്രതിമ നോക്കൂ. ഇതാണ് അഫ്ഗാനി പത്താൻ ഹക്കീം ഖാൻ സൂർ, ഷേർഷാ സൂരിയുടെ പിൻഗാമി. മഹാറാണ പ്രതാപിനൊപ്പം ധീരമായി പോരാടുകയും ഹിൽദി ഘട്ടി യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു മുസ്ലിം യോദ്ധാവാണ് അദ്ദേഹം. മറുവശത്ത് അക്ബറിന് ഹിന്ദു ജനറൽ രാജ്മാൻ സിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ നിരവധി രജപുത്ര സൈനികരും. ഔറംഗസീബിന്റെ ഭരണകാലത്ത് വിശ്വനാഥ ക്ഷേത്രം എങ്ങനെ തകർത്തു എന്ന് വാട്സപ്പിലെ സന്ദേശങ്ങൾ പറയുന്നു. എന്നാൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് അവർ പരാമർശിക്കാത്തത്. അക്ബറിന്റെ ഭരണകാലത്ത് രാജ്മാൻ സിംഗിന്റെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഒരു മുഗൾ ചക്രവർത്തി ഈ ക്ഷേത്രം തകർത്തു എന്നത് ശരിയാണെങ്കിലും മറ്റൊരു മുഗൾ ചക്രവർത്തി ഇത് പണിതതാണ് എന്നത് സത്യമാണ്. തന്റെ G20 പുസ്തകമായ ഭാരത് മദർ ഓഫ് ഡെമോക്രസിയിൽ പ്രധാനമന്ത്രി മോദി അക്ബറിനെ അഭിനന്ദിച്ചു. 32-ാം പേജിൽ മൂന്നാം മുഗൾ ചക്രവർത്തി അക്ബർ ഒരുതരം ജനാധിപത്യം പ്രയോഗിച്ചിരുന്നുവെന്ന് എഴുതിയിരുന്നു. എല്ലാ മതങ്ങളോടും ഒരുപോലെയാണ് പെരുമാറിയിരുന്നത്. അക്ബർ സുൽ ഈഖുൽ എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചു. എല്ലാവർക്കും സമാധാനം എന്നതാണ് ഇതിന്റെ അർത്ഥം. അക്ബറുടെ സദസ്സിലെ 9 നവരത്നങ്ങളെ കുറിച്ചും ഈ ലഘുലേഖ പരാമർശിക്കുന്നു. ജനോപകാരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ അക്ബറിനെ സഹായിച്ച 9 കൗൺസിലർമാർ. ഈ 9 പേരിൽ 4 പേരും ഹിന്ദുക്കളായിരുന്നുവെന്ന് ഞാൻ വാട്സപ്പ് വിദ്യാർത്ഥികളെ അറിയിക്കട്ടെ. രാജ തൊഡർമാൽ, രാജ്മാൻ സിംഗ്, രാജ ബിർബൽ, താൻസൻ. അക്ബറിന്റെ ഭരണകാലത്താണ് തുളസിദാസ് രാമചരിതമാനസ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തുളസിദാസിന്റെ ശിഷ്യനായ മേഘഭഗത് രാമലീല ആരംഭിക്കുന്നത്. രാമായണം, മഹാഭാരതം, വിഷ്ണുപുരാണം, കഥ, സരിത് സാഗർ തുടങ്ങിയ നിരവധി ഹിന്ദു ഇതിഹാസങ്ങൾ അക്ബറിന്റെ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അക്ബർ മാത്രമല്ല, മുഗൾ രാജകുമാരൻ ദാരാ ഷിക്കോയും 52 ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മനുഷ്യരാശിയുടെ ആദ്യത്തെ ഏകദൈവ ഗ്രന്ഥമെന്ന നിലയിൽ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെട്ടതുമായ പുസ്തകങ്ങളാണ് ഉപനിഷത്തുകളെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് ഫ്രഞ്ചിലേക്കും ലാറ്റിനിലേക്കും ഉപനിഷത്തുകൾ വിവർത്തനം ചെയ്യാൻ സഹായിച്ചതായി ചരിത്രകാരനായ KK മുഹമ്മദ് അവകാശപ്പെടുന്നു. ഇതിനുശേഷം അദ്ദേഹം അമേരിക്കൻ തത്വചിന്തകനായ റാൽഫ് വാൾഡോ എമേഴ്സണിലെത്തി. അങ്ങനെ ലോകമെമ്പാടും ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചു. അത് പ്രകാരം ഇന്ത്യൻ മതപരവും സാംസ്കാരികവുമായ ഗ്രന്ഥങ്ങൾ ആഗോളതലത്തിൽ പഠിക്കപ്പെട്ടു. ദാരാ ഷിക്കോ എന്ന മുഗൾ രാജകുമാരൻ കാരണം ഇതെല്ലാം സംഭവിക്കാം. ഇത് വാട്സപ്പിൽ നിങ്ങളോട് ആരും പറയില്ല. കാരണം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉള്ളടക്കം ഹിന്ദു മുസ്ലിം വിരോധമായിരിക്കും. അങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങളെ വെറുക്കേണ്ടതാണ് എന്ന ബോധ്യം നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ചെയ്യുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരുടെ ബ്രെയിൻ വാഷിംഗ് അജണ്ട പരാജയത്തിൽ കലാശിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ കാരണം ഹിന്ദുക്കൾ അപകടത്തിലായതിനാൽ നിങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യണമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? 2017 BJPയുടെ നേതൃത്വത്തിലുള്ള NDMC ഡൽഹിയിലെ ഡൽഹൌസി റോഡിന്റെ പേര് ദാരാ ഷിക്കോ റോഡ് എന്ന പുനർനാമകരണം ചെയ്തു. 2020 മോദിയുടെ സാംസ്കാരിക മന്ത്രാലയം മുഗൾ രാജകുമാരൻ ദാരാ ഷിക്കോയുടെ ശവകുടീരം കണ്ടെത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ 7 അംഗ പാനൽ രൂപീകരിച്ചു. നമ്മൾ മുഗളന്മാരെയും മതേതരത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സാഫറിനെ എങ്ങനെ മറക്കാനാകും? ഈദ് ആഘോഷിക്കുന്നതിനൊപ്പം അദ്ദേഹം ദശറയും ദീപാവലിയും ആഘോഷിച്ചതായി നിങ്ങൾക്കറിയാമോ? ബഹദൂർ ഷാ സഫറും അദ്ദേഹത്തിന്റെ മകനും ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ എതിർത്തു. 1857 കലാപകാലത്ത് മീററ്റിൽ നിന്നുള്ള നിരവധി സൈനികർ അദ്ദേഹത്തിനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ അദ്ദേഹം നിരവധി നവാബുകളെയും ജമീന്ദാർമാരെയും പ്രാദേശിക നേതാക്കളെയും പ്രേരിപ്പിച്ചു. നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി, ബീഗം ഹസ്രത് മഹൽ തുടങ്ങിയവരുമായി അദ്ദേഹം കൈകോർത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി ബർമയിലേക്ക് നാടുകടത്തി. 2017 നമ്മുടെ മതേതര പ്രധാനമന്ത്രി മോദി അവിടെ പോയപ്പോൾ സഫറിന്റെ ശവകുടീരം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി. എന്നാൽ ഈ മുഗളന്മാരെ കൂടാതെ മറ്റ് മതേതര മുസ്ലിം ഭരണാധികാരികളും ഉണ്ടായിരുന്നു. അവധിലെ അവസാന രാജാവായ വാജിദ് അൽ ഷായെ പോലെ അദ്ദേഹം ലക്നൌവിൽ മതേതരമായി അദാബ് പരിചയപ്പെടുത്തി. കശ്മീരിലെ സൈനുൽ അബുദ്ദീൻ ജിസിയ നികുതി നിർത്തലാക്കുകയും ഹിന്ദു വികാരങ്ങളെ മാനിച്ച് പശുവിനെ കൊല്ലുന്നത് നിരോധിക്കുകയും ചെയ്തു. സംസ്കൃത ഭാഷയിലേക്കും സാഹിത്യത്തിലേക്കും അദ്ദേഹം തന്റെ സംരക്ഷണം വ്യാപിപ്പിച്ചു. എന്നാൽ ഭരണാധികാരികളുടെ ചരിത്രം മാത്രമല്ല തെളിവ്. ചരിത്രത്തിലുടനീളം സാധാരണ ഹിന്ദു, സാധാരണ മുസ്ലിം ജനവിഭാഗങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ നമുക്കുണ്ട്. വാട്സപ്പിൽ പ്രചരിക്കുന്ന ഹിന്ദു മുസ്ലിം സ്പർദ്ധയും ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്നു എന്നതും എല്ലാം കള്ളമാണ്. ഗംഗ, യമുന, തഹസിബിൽ വഴി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധം നമ്മൾ കണ്ടതാണ്. ആളുകൾ ഹിന്ദു മുസ്ലിം സന്യാസിമാരെ ബഹുമാനിച്ചു, ഒരുമിച്ച് ഉത്സവങ്ങൾ ആഘോഷിച്ചു.
ചിത്രരചനയും സംഗീതവും പോലുള്ള കലാരൂപങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു പ്രത്യേക വീഡിയോ തയ്യാറാക്കേണ്ടി വരും. വർത്തമാന കാലത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് രാമനവമി സംഘടിപ്പിക്കുന്നതെന്ന് നമ്മൾ ഇപ്പോഴും കാണുന്നു. നിരവധി മുസ്ലിങ്ങൾ രാമനവമിയിൽ പങ്കെടുക്കുകയും വ്യത്യസ്ത വേഷങ്ങൾ കെട്ടുകയും ചെയ്യുന്നു. ചിലർ രാവണന്റെ പ്രതിമയാകുന്നു. മുസ്ലിം കുട്ടികൾ രാധയുടെയോ കൃഷ്ണന്റെയോ വേഷം ധരിച്ച് ജന്മാഷ്ടമി ആഘോഷിക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഗായകൻ മുഹമ്മദ് റാഫി, മുസ്ലിം ഗാന രചയിതാവ് ഷക്കീൽ ബദാവുനി, മുസ്ലിം സംഗീതജ്ഞൻ നൌഷാദ് ഇവർ ചിട്ടപ്പെടുത്തിയ ഭജനകൾ പോലും നിങ്ങൾക്ക് അറിയാമല്ലോ. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കായി ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. കാലാകാലങ്ങളായി വർഗീയ കലാപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്വേഷമുള്ള അവസരവാദികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 1000 വർഷമായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ് അനുഭവിച്ചത്. ചരിത്രം പലപ്പോഴും ആവർത്തിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു. നമ്മെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധികാരമോഹി രാഷ്ട്രീയക്കാരനെ നാം വീണ്ടും കാണുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ ഫോർമുല ഉപയോഗിച്ച് അയാൾ നമ്മളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനായി വാട്സപ്പിലൂടെയും സർക്കാർ അനുകൂല മാധ്യമങ്ങളിലൂടെയും നമ്മുടെ ഹൃദയം വെറുപ്പ് കൊണ്ട് നിറയ്ക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നു. കങ്കണ റണാവത്തിനെ പോലുള്ളവർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനാദരിക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഒരു ചാരിറ്റി ആയിട്ടാണ് ലഭിച്ചതെങ്കിൽ അത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ എന്നുള്ളതാണ് കങ്കണ ചോദിക്കുന്നത്. 2014 ശേഷമാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് അവർ പറയുന്നു. ഹിന്ദുക്കൾ എല്ലായ്പ്പോഴും അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് വാട്സപ്പ് മാഫിയ പ്രചരിപ്പിക്കുന്നു. രാഷ്ട്രീയമായും സാമൂഹിക സാംസ്കാരികമായും ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ചവിട്ടി മെതിക്കപ്പെട്ടു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥ ആത്മവിശ്വാസം ലഭിച്ചത് എന്നൊക്കെ ഇവർ പറയുന്നു. വിജയനഗര ചക്രവർത്തി കൃഷ്ണദേവരായർ, മഹാറാണ പ്രതാപ്, ഛത്രപതി ശിവജി മഹാരാജ് എന്നിങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇവർക്കെല്ലാം ആത്മവിശ്വാസം കുറവായിരുന്നു. തുളസിദാസ്, മീരാബായി, സ്വാമി വിവേകാനന്ദൻ തുടങ്ങി ഹിന്ദു സന്യാസിമാർക്കും ആത്മവിശ്വാസം കുറവായിരുന്നു. 1893 ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, ലോകത്ത് സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും പഠിപ്പിച്ച ഒരു മതത്തിൽപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ വാട്സപ്പ് മാഫിയയും ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളെയും അനാദരിക്കുന്നു. എല്ലാവരും അടുത്ത ഈ വാട്സപ്പ് മാഫിയയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ധ്രുവും. നമുക്കും ആ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. ഒരു വലിയ പ്രോസസ്സായിരുന്നു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പേരുകൾ, അതിൻ്റെ ഉച്ചാരണം എന്നീ കാര്യങ്ങളിലൊക്കെ ചില വ്യക്തത കുറവ് വരാൻ സാധ്യതയുണ്ട്. അത്രയധികം തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.